RRB JEE കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ ടെക് ഓൾറെഡി ഒരു വട്ടം കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾ വെയിറ്റേജ് കൊടുക്കേണ്ടത് ടെക്നിക്കലിന് തന്നെയാണ്. അപ്പോൾ മാക്സിമം സമയം നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സിന് വേണ്ടി തന്നെ കൊടുക്കുക. എന്നാൽ നോൺ ടെക്നിക്കലിന് അതിൻ്റെതായിട്ടുള്ള വെയിറ്റേജ് ഉണ്ട് താനും, നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഒരു 300 to 400 ക്വസ്റ്റ്യൻസ് 400 എയിം ചെയ്യുക. അറ്റ്ലീസ്റ്റ് 300 എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്പീഡാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് അതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കുക, പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ സ്പീഡ് ഇംപ്രൂവ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് നമ്മുടെ ടെസ്റ്റ് സീരീസ് എഴുതുക. അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതെപ്പോഴും RRB JEE ഈ ഒരു ടോപ്പിക്കുകൾ, അതായത് മെഷീൻസ്, DCAC സർക്യൂട്ട്സ്, പവർ സിസ്റ്റംസ്, ഇലക്ട്രോണിക്സ്, ഇത് തന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. RRB ജൂനിയർ എഞ്ചിനീയർ 2025 റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോൾ തൊട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്, ഇത്ര മാർക്കുണ്ട്, ഇന്ന സോണാണ്, എനിക്ക് ടയർ 2 എക്സാം എഴുതാനായിട്ട് പറ്റുമോ, കട്ട് ഓഫ് എത്ര വരും തുടങ്ങിയ ചോദ്യങ്ങൾ. അപ്പോൾ RRB JEE CBT 2 ആർക്കെല്ലാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കുറച്ച് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB JEE 2025 നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ്. അത് പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണ്. കാരണം ഈ ഡാറ്റ അറിഞ്ഞാൽ മാത്രമാണ് എന്താണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത RRBയുടെ സൈറ്റിൽ നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ പറയുന്ന PDF അവൈലബിൾ ആണ്. ഓരോ സോണിലും എത്രത്തോളം ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. രണ്ടാമത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, അത് വെച്ചിട്ട് ഏകദേശം എങ്ങനെയായിരിക്കും കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് നോക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു വിൽ ഗെറ്റ് സെലക്ടഡ് ഫോർ CBT 2, രണ്ടാമത്തെ ടയർ എഴുതാനായിട്ട് എത്ര ആളുകളെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചെറിയൊരു സെഷനാണ്, കുറച്ച് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങളുടെ മാർക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടും എത്രാമതാണ് നിങ്ങളുടെ റാങ്ക് എന്നുള്ളതെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാനായിട്ട് പറ്റും. റാങ്ക് ഇൻ ദ സെൻസ് കുറച്ച് പേരെങ്കിലും റാങ്ക് ഗുരുജിയിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ റാങ്ക് മിത്രയിലൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സോണിനകത്ത് നിങ്ങളുടെ ഒരു പൊസിഷൻ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ആ പുറത്ത് വന്നിട്ടുള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് RRB JEE നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ 2025 നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ ലിസ്റ്റ്. 24 മാർച്ചിന് വന്നിട്ടുള്ളതാണ്. കൊൽക്കത്ത RRBയുടെ സൈറ്റിൽ അത് ഇപ്പോഴും ലഭ്യമാണ്. ഇതിൽ 21 RRBകളുടെയും കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് അല്ല, കമ്മ്യൂണിറ്റി വൈസ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് എത്രയുണ്ടെന്നുള്ളതും എക്സ് സർവീസ്മാൻ എത്രയുണ്ടെന്നുള്ളതും PWBD എത്രയുണ്ടെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. അതിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള 6 RRBs, സാധാരണ 5 ഞാൻ പറയാറ്, പക്ഷെ ഇത്തവണ കൊൽക്കത്ത RRBയിൽ ഒഴിവ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും കൊൽക്കത്തയിൽ കൊണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊൽക്കത്തയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. ബാംഗ്ലൂർ RRBയിൽ UR നമ്പർ ഓഫ് അപ്ലിക്കൻസ്, അൺറിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്ന നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 7110 ആണ്. OBC ക്രീമി ലെയർ, എന്തുകൊണ്ടാണ് ഇവർ ക്രീമി ലെയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം നോട്ടിഫിക്കേഷൻ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദ OBC കാൻഡിഡേറ്റ്സ് കമ്മിങ് ഇൻ ക്രീമി ലെയർ ആർ നോട്ട് എൻടൈറ്റിൽഡ് ടു OBC റിസർവേഷൻ, ദേ മേ ബി കൺസിഡർഡ് ആസ് അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്. അതായത് ഈ OBC CL എന്ന് പറയുന്ന ഈ 1404 പേരെ കൂടെ എവിടെ കൂട്ടണം? URന്റെ കൂടെ കൂട്ടണം. അത് മൊത്തമാണ് UR എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിവേ അങ്ങനെയാണ് ആ ലിസ്റ്റിനകത്ത് കിടക്കുന്നത്. SC വേക്കൻസി എത്രയുണ്ടെന്ന്, ST അപ്ലിക്കൻസ് എത്രയുണ്ട്, OBC NCL അപ്ലിക്കൻസ് എത്രയുണ്ട്, EWS എത്രയുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എത്രയുണ്ടെന്നുള്ളതും ഈ ലിസ്റ്റിനകത്ത് വ്യക്തമാണ്. നിങ്ങൾക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ആരൊക്കെ ക്വാളിഫൈ ആവും? ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ദ സെക്കൻഡ് സ്റ്റേജ് CBT എക്സാം ഷാൽ ബി ബേസ്ഡ് ഓൺ normalized marks obtained by them in the first stage CBT exam. The total number of candidates to be shortlisted for second stage shall be 15 times. എത്ര മടങ്ങെന്ന് പറഞ്ഞ 15 മടങ്ങ്, 15 times the community wise total vacancy of post. 15 times total vacancy, 15 times community wise vacancy. അത്ര ആളുകളെ ആയിരിക്കും ക്വാളിഫൈ ആക്കുന്നുണ്ടാവുക. നോട്ടിഫൈഡ് അഗെയിൻസ്റ്റ് the RRB as per their merit in the first stage CBT.
However, ഇവിടെയാണ് ട്വിസ്റ്റ് ഇരിക്കുന്നത്. However, railways reserve the right to increase or decrease this limit in total or for any specific category as required to ensure availability of adequate candidates for all the notified posts. 15 ഇരട്ടി എന്ന് പറഞ്ഞാലും അത് കൂട്ടാനോ കുറയ്ക്കാനോ, ടോട്ടലായിട്ട് കൂട്ടാനോ ടോട്ടലായിട്ട് കുറയ്ക്കാനോ, കമ്മ്യൂണിറ്റി വൈസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ RRBക്ക് പറ്റുമെന്ന് നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് അപ്ലിക്കൻസ് വിധമാണ് ഈ പറയുന്ന ബാംഗ്ലൂരു, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, സെക്കന്ദരാബാദ്, ട്രിവാൻഡ്രം RRBകളിൽ ഇത്രയും ഇത്രയും നമ്പർ ഓഫ് അപ്ലിക്കൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിനടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫ് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ കട്ട് ഓഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് CBT 1 RRB JEക്ക് നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ ട്രേഡ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കട്ട് ഓഫ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് RRBയിൽ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, നിങ്ങൾ ഏത് RRBയിൽ അപ്ലൈ ചെയ്തു. 2, ഏത് ഷിഫ്റ്റിൽ പരീക്ഷ എഴുതി, ആ ഷിഫ്റ്റിൽ അറ്റൻഡൻസ് എത്ര. ഇത് നമുക്ക് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്, നമുക്കറിയില്ല. നിങ്ങളുടെ ട്രേഡ് ഏതാണ്. എന്താണ് ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ കാരണം, ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, SNT പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇലക്ട്രിക്കലുകാർക്ക് ഒരുപാട് പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പോഴൊരു പ്രശ്നമുണ്ട്, കോമ്പറ്റീഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി മെക്കാനിക്കലുകാർക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പോസ്റ്റസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സിവിലുകാർക്ക് സിവിൽ പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. SNTക്കാർക്ക് SNT പോസ്റ്റുകൾ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇലക്ട്രിക്കലുകാർക്ക് എന്തും പറ്റും, SNT പറ്റുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഏത്, DMS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രേഡിനനുസരിച്ച് എന്ത് ചെയ്യും, കട്ട് ഓഫ് മാറാം. കാരണം നിങ്ങൾക്ക് എത്ര പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത ഇല്ലേ. അപ്പോൾ അതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 4ാമത്തെ പോയിന്റ് നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്, ആ കമ്മ്യൂണിറ്റിയുടെ കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ കട്ട് ഓഫ് കടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ അടുത്ത് കട്ട് ഓഫിന്റെ കാര്യം ചോദിക്കുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത്രയും പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ കട്ട് ഓഫ് കടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ധാരണ, ഓരോ RRBയിലും എത്ര നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി. ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് അപ്ലിക്കൻസ് മാത്രമാണ് വ്യക്തമായിട്ടുള്ളത്, അറ്റൻഡൻസ് അല്ല. അറ്റൻഡൻസ് ഇപ്പോഴും ചോദിച്ചിഹ്നമാണ്. ഇപ്പോൾ 1,00,000 കുട്ടികൾ ഒരു RRBയിൽ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1,00,000 കുട്ടികൾ പരീക്ഷ എഴുതിയെന്നല്ല. ചിലപ്പോൾ 50,000 പേരെ പരീക്ഷ എഴുതി കാണുള്ളൂ, അത് നമുക്കറിയില്ല. നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസ് ആണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റിനകത്ത് ഉള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണിത്. ഇത് ഈ പറയുന്ന പോലെ ഇതിന്റെ ഫസ്റ്റ് ഈ കാണുന്ന റോ എന്ന് പറയുന്നത് വേക്കൻസിയാണ്. ഇത് വേക്കൻസിയാണ്. ഇത് വേക്കൻസിയുടെ 15 മടങ്ങ് എന്ന് പറയുമ്പോൾ എത്ര വരും എന്നുള്ളതാണ്. ഇത് CBT 1 അല്ലെങ്കിൽ മൊത്തത്തിൽ RRB ആ പർട്ടിക്കുലർ സോണിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ട ലിസ്റ്റിൽ നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ബാംഗ്ലൂർ 8514 UR കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോട്ട് അറ്റൻഡൻസ്. അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം. പക്ഷേ ഈ 8514 ആളുകളിൽ നിന്നും 600 പേരെ URലേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ, വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെ. അതുപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റിയുടെയും അങ്ങനെ നോക്കി ടോട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ 1200/24,050 × 100 എന്ന് പറഞ്ഞാൽ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ 5% ആളുകളാണ് എന്ത് ചെയ്യുന്നത്, CBT 2 എഴുതാനായിട്ട് പ്രാപ്തരാകുന്നത്. അങ്ങനെ ഓരോ സോണിന്റെയും, നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള 5 സോണിന്റെയും സാധ്യതാ പട്ടിക അല്ലെങ്കിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെ ഒരു ലിസ്റ്റ് എത്രയാണെന്നുള്ളതും എത്ര ശതമാനം വരുന്നുള്ളതും ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൊൽക്കത്തയിൽ 8% ആളുകളെങ്കിലും കടക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊരു ഏറ്റക്കുറച്ചിൽ വരുന്ന എപ്പോഴാണ്, അറ്റൻഡൻസ് മാറും. മനസ്സിലായില്ലേ? ഇപ്പൊ ട്രിവാൻഡ്രം RRBയിൽ 7% എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെക്കന്ദരാബാദ് 2.77% ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സെക്കന്ദരാബാദിൽ അപ്ലൈ ചെയ്തിട്ടുള്ള 55,000-ൽ 20,000 വരെ പരീക്ഷ എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ കളി മൊത്തം മാറും അല്ലേ? അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വേരിയബിൾസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റാങ്ക് മിത്രയിലോ റാങ്ക് ഗുരുജിയിലൊക്കെ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നമ്പറിനകത്താണ് നിങ്ങളുടെ റാങ്ക് വന്നിട്ടുള്ളത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ചെന്നൈയിലാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ചെന്നൈയിൽ ഈ ഒരു നമ്പറിനകത്താണ് നിങ്ങളുടെ റാങ്ക് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തത് എന്ത്, വാട്ട് നെക്സ്റ്റ്? കടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവർ സമയം കളയാതെ പഠിക്കുക തന്നെ വേണം.
കടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നവർ സമയം കളയാതെ പഠിക്കുക തന്നെ വേണം. എക്സാം എത്രയും പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. CBT 1-നും CBT 2-ന്റെ ഇടയിൽ ചിലപ്പോൾ 2 മാസമോ കഴിഞ്ഞ് ഒരു 2.5 മാസമൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അതിന് സമയമില്ല എന്നർത്ഥം. ടെക്നിക്കൽ അത്രയും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. ടെക് പഠിച്ചു തുടങ്ങാത്ത കുട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി കടക്കാൻ സാധ്യതയില്ല, നിങ്ങൾ ഒരു ഈ പറഞ്ഞ പോലെ 50-50 ചാൻസിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പരീക്ഷകൾ 2026-ലും ഒരുപാട് പരീക്ഷകൾ ഇനി വരുന്നുണ്ട്. ആ പരീക്ഷകളെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഏതൊക്കെയാണ് പരീക്ഷ? SSC JEE 2026-ന്റെ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസം അവസാനം പുറത്തു വരുന്നതായിരിക്കും. RRB JEE 2026 എന്തായാലും വിളിക്കുക. നമ്മൾ കലണ്ടർ കണ്ടതാണ്. ആ കലണ്ടറിലെ ഏറ്റവും ആദ്യത്തെ പരീക്ഷയായിട്ടുള്ള RRB ALP 2026 മെയ് 15-ന് നോട്ടിഫിക്കേഷൻ വരുന്നുള്ള കാര്യം നമുക്കറിയാം. അതിന്റെ പുറകെ തന്നെ എന്തും വരും, ടെക്നീഷ്യൻ ഗ്രേഡ് 1-ഉം ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയും വരും. അപ്പോൾ ഇത്രയും പരീക്ഷകൾ ഈ വർഷവും വരുന്നുണ്ട്. പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുക. ഈ വർഷം തന്നെ ഒരു ജോലിയിൽ കയറാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും, ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഒക്കെ ആയിട്ട് RRBയിൽ കയറിയാലും നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള പരീക്ഷ അല്ലെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ പോലെയുള്ള പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്. ഒരുപാട് പ്രൊമോഷൻ സാധ്യതകൾ റെയിൽവേ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ലഭ്യമായിരിക്കും. അപ്പോൾ അതുകൂടെ കണ്ട് മനസ്സിലാക്കുക. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. സമയം കളയാൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നമ്മൾ ഓൾറെഡി RRB ജൂനിയർ എഞ്ചിനീയർ 2026 SSC ജൂനിയർ എഞ്ചിനീയർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ അത് രണ്ടിൻ്റെയും ടയർ 1 ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പുള്ള കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ട് ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വെബിനാറുകൾ ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ കുട്ടികളും ഈ പറയുന്ന പോലെ പഠിക്കാൻ വില്ലിംഗ് ആയിട്ട് വന്നിരിക്കുന്നവരാണ്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിയില്ല, ടെക്നിക്കൽ എങ്ങനെ പഠിക്കണം എന്നറിയില്ല, നോൺ ടെക് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി RRB JEE ഇലക്ട്രോണിക്സ് ബാച്ചും ഇലക്ട്രിക്കൽ ബാച്ചും ഓൾറെഡി ലൈവ് ആണ്. 2025-ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടെക്നിക്കലി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ഇലക്ട്രോണിക്സ് ബാച്ചിനും ഇലക്ട്രിക്കൽ ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും. ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്, ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനി സമയം കളയാനില്ല. ജൂനിയർ എഞ്ചിനീയർ 2025-ന്റെ ടയർ 1-ന്റെ സ്റ്റാറ്റസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസ് നിങ്ങൾ കണ്ടു. അതിനകത്തുനിന്ന് ഒരു 70% കുട്ടികളെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. ഇനി സമയം നിങ്ങളുടെ മുന്നിൽ ഇല്ല. ടയർ 2-ൽ കിട്ടുന്ന ഓരോ മാർക്കും ആയിരിക്കും നിങ്ങൾ ഏതൊക്കെ പോസ്റ്റിന് യോഗ്യരാകുമെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.